അതൊക്കെ ചുരുക്കി ഈ ഇവിടെ പറയാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാണ്. ഇപ്പോൾ കൃഷ്ണ സാറ് ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എം.ആർ. മധുസൂദന മേനോൻ സാറിൻ്റെ അടുത്ത് ഞാൻ വരുന്നതിന് മുമ്പ് കങ്ങട വാസുദേവൻ സാറ് ഇവിടെ പലർക്കും അറിയാൻ കഴിയും. ചങ്ങമ്പുഴ സ്മാരക നാട്യകലാലയത്തിലെ സംഗീത വിഭാഗം മൊത്തം രചനാ സംഗീതം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആണ് ഞാൻ ദക്ഷിണ വെച്ച് സരിഗമ തുടങ്ങുന്നത്. ഒരു 4 വർഷത്തോളം ഞാൻ അവിടെ പഠിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ഇവിടെ മാറി കോണേക്കര ഒരു വാടക വീട്ടിലേക്ക് മാറുകയും കുറച്ചാളും കൂടെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചില അസ്വാരസ്യങ്ങൾ അദ്ദേഹം എന്നോട് തൽക്കാലം വരണ്ടെന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ ചായക്കടയുടെ സൈഡിൽ രാജീവ് വർമ്മ എന്ന് പറഞ്ഞൊരു സാധനം. രാജീവ് വർമ്മ അദ്ദേഹം സെൻട്രൽ സ്കൂളിലെ സംഗീത അധ്യാപകനായിട്ട് ജോലി കിട്ടുന്ന സമയത്താണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു കുറച്ചാൾ അവിടെ ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി എം.ആർ. മധുസൂദന മേനോൻ മന്നമാഷ് മാമകത്തുണ്ട്. അവിടേക്കും സാറിന് സെൻട്രൽ സ്കൂളിൽ ജോലി സ്ഥിരമായി, സാറിന് തിരക്കായി രാജീവ് വർമ്മ. അങ്ങനെ ഞാൻ എം.ആർ. മധുസൂദന മേനോൻ സാറിനെ പറ്റി എൻ്റെ പിതാവിനോട് പറഞ്ഞു. പച്ചൻ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ നീ ഒന്ന് പോയി അന്വേഷിക്കുന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അന്വേഷിച്ചാണ് മാമംഗലത്ത് സാറുണ്ടെന്ന് അറിയുകയും ഞാനൊരു മഹാനവമി ദിവസം, അതായത് ദുർഗാഷ്ടമി മഹാനവമി, ഞാൻ അവിടെ ചെന്നു. സാറ് പറഞ്ഞു ഇവിടെ പലരും വന്നിങ്ങനെ അന്വേഷിച്ച് പോകുന്നുണ്ട്, പക്ഷേ ആരും വരാറൊന്നുമില്ലൊരു കളമക്കരയുള്ളൊരു ശ്രീകുമാർ മണിച്ചേട്ടൻ, സാറിന് കൃഷ്ണസാറിനെ അറിയാൻ പറ്റും, എൻ്റെ പുതുക്കോടൻ രാധാകൃഷ്ണൻ്റെ ചേട്ടൻ, ഒരു ശ്രീകുമാറുണ്ട്, അതുപോലെ പിന്നെ ഒരു മാനുവൽ എന്ന് പറഞ്ഞ ആളുണ്ട്. അവരൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വരും, താൻ സ്ഥിരമായിട്ട് വരുമെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ വിജയദശമി നമുക്ക് നാളെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിജയദശമി ദിവസം തുടങ്ങിയ ഞാനിങ്ങനെ പ്രത്യേക ദിവസങ്ങളുടെ പ്രാധാന്യമല്ല പറയുന്നത്. യാദൃശ്യമായിട്ട് ഞാനങ്ങനെ അവിടെ ചെന്ന് മധുസൂദന മേനോൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പഠിക്കാൻ തുടങ്ങി. വർഷങ്ങളായിരിക്കും, വർഷക്കണക്കൊന്നും ഒരു ഇപ്പോൾ ഒരു 84 ഞാൻ ചെന്നാൽ 84-85 ചെന്നതായിരിക്കും. അതിനിടയ്ക്ക് എൻ്റെ ജോലി, ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യും. 82 എയർക്രാഫ്റ്റ് റിട്ടയർഡായി, വീട്ടിലെ സ്ഥിതി വളരെ മോശമായി. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് നിത്യവൃത്തി കേൾക്കേണ്ട അവസ്ഥയായി. അതിനിടയ്ക്ക് ആണ് എനിക്ക് സംഗീത സംവിധാനം ചെയ്യാനുള്ള ഒരു 92 ആയപ്പോഴേക്കും ഇവിടെ അടുത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ നല്ല സംഗീത ഗുരുവിലുള്ള ഒരാളായിരുന്നു, കൃഷ്ണ മേനോൻ. അദ്ദേഹമാണ് ഞങ്ങളെ ആദ്യമായിട്ടൊരു കാസറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് ചെയ്തു. അതിൻ്റെ പുറകെ എനിക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ണിമേനോനുമായിട്ട് ബന്ധപ്പെട്ട, ഉണ്ണിമേനോനാണ് പാടിയത്. ഉണ്ണിയേട്ടൻ പുറകെ വർക്കുകൾ എനിക്ക് ചെയ്യണം. അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ്റെ വർക്ക്, ABCLൻ്റെ വർക്ക്, ബിപിയുടെ വർക്കുകൾ, അതിങ്ങനെ കേട്ട് തരംഗിണിയിൽ വരെ എത്തി. തരംഗിണിയുടെ അയ്യപ്പൻ. ആ സമയത്താണ് ജയവിജയൻ സാറുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്. ജയവിജയനിലെ ജയൻ മാഷുമായിട്ട് പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹായിയായി മരിക്കുന്നവരെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഭൂരിഭാഗം പാട്ടുകളുടെയും ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഈ ഇൻട്രൊഡക്ഷനും പാട്ട് കഴിഞ്ഞുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്കിലുള്ള ഋതം എന്ത് വായിക്കണം, ഗിറ്റാർ എന്ത് വായിക്കണം തീരുമാനിക്കുന്നതും അത് ചിട്ടപ്പെടുന്നതും ഞാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജോണി സാഗരിക എന്നൊരു മ്യൂസിക് കമ്പനിയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ കുറേ വർക്കുകൾ ചെയ്തു. അപ്പം അവർ ദക്ഷിണാമൂർത്തി സ്വാമി, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, അങ്ങനെ MSV വിശ്വാമിനെ ഇവരെയൊക്കെ വെച്ചുള്ള കുറേ ആൽബംസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം സഹായിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. MG രാധാകൃഷ്ണൻ്റെ സഹായിയായി ഞാനിവിടെ
ഒരു 10 പാട്ടിന് ഓർക്കസ്ട്രേഷൻ ചെയ്തു. പിന്നെ പുള്ളി എന്നെ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ കുറേ വർക്കുകൾ ചെയ്തു. അപ്പോഴും എൻ്റെ സ്വതന്ത്രമായ സംഗീത സംവിധാന പ്രക്രിയ നടന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെയാണ് ജയൻ സാറിൻ്റെ അടുത്ത് എത്തുന്നതും ജയൻ സാർ വഴിയാണ് ഡോക്ടർ ബാലമുരളീശ്വരൻ എന്ന് പറയുന്ന മഹാഗുരുവിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ എപ്പോഴെങ്കിലും ചെന്നൈയിൽ പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ സാറും കൂടി പോയിട്ട് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കുകയും റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യും. എന്തായാലും ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കാതെ, ഇതെല്ലാം തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ പ്രയത്നം എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ മാതാപിതാക്കൾ, കുടുംബം, സുഹൃത്തുക്കൾ വലിയൊരു ഘടകമാണ്. എനിക്ക് അവസരങ്ങൾ തന്ന പ്രൊഡ്യൂസർമാർ, എനിക്ക് വേദികൾ തന്ന സംഘാടകർ, അതിനിടയ്ക്ക് കുറേ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വളർച്ച എന്ന് ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് അവിടെ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ജെയിംസ് അതായത് മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ വ്യക്തിഗത ചാർജിന് അതിനടക്കം എൻ്റെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നതാണ് ജെയിംസ്. പിന്നീട് ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. കുറേ നാൾ പ്രവാസിയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, നന്മകളും തിന്മകളും ഒക്കെ പങ്കുവെക്കുന്നു. പിന്നെ അർജുന മാഷ് നാടകങ്ങളുടെ അർജുന മാഷ് എൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ഇറങ്ങി. അർജുന മാഷ് നവരാത്രി സംഗീതോത്സവം നടത്തും. ഞാൻ അപ്പോൾ ആ സമയത്തൊക്കെ മാഷ് വരും. നാടകത്തിന് കൊല്ലത്തുള്ള 2 സമിതികൾക്ക് നാടകത്തിന് മ്യൂസിക്കേറ്ററാണ് മാഷ്. എന്നോട് അപ്പം എനിക്ക് പേടിയായിരുന്നു മാഷിൻ്റെ കൂടെ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യും. ഇതുകൊണ്ട് ഞാൻ ഈ കുടിച്ച വെള്ളത്തെക്കാൾ വിശ്വസിക്കാവുന്നൊരു കലാകാരനാണ്. എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് സാറ് പോയി അങ്ങനെ കുറേ നാടകങ്ങൾക്ക് മ്യൂസിക് ചെയ്തു. പക്ഷെ അദ്ദേഹം ഈ കോവിഡ് സമയത്ത് മരിച്ചിട്ട് എനിക്ക് ഞാൻ ഇവിടെ ഒന്ന് കാണാൻ പോകാൻ വേണ്ടി MG റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് വിളിച്ചിട്ട് അവർ വണ്ടി കയറ്റിയിട്ട് വീടാണ്. എന്നോട് ചോദിച്ചാൽ എത്ര മണി? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേദിച്ചിട്ടുണ്ട് കടലാസ്. 1 മണിക്ക് മുമ്പ് ഞാൻ തിരിച്ച് വീട്ടിൽ കയറണം. പക്ഷേ ഞാൻ എന്നെ അപ്പാടെ വീട്ടിൽ എനിക്ക് നമുക്ക് കാണാമായിരുന്നു. കാരണം അവർ എന്നെ 1.5 മണിക്കൂർ താമസം എടുക്കാൻ കോവിഡിനെ വേണ്ടി. ഞാൻ ചെന്നാലുണ്ടാവുന്ന അപകടങ്ങൾ ഞാൻ അന്ന് മറ്റേ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. ഞാൻ ചോദിച്ചു സാർ ഇത്ര നേരം കൊണ്ട് ഞാൻ പോയിട്ട് വരുമല്ലോ. പിന്നെ എനിക്ക് വീട്ടിൽ കയറുന്ന സമയമായി. അതെനിക്ക് ഒരു വലിയ ദുഃഖമാണ് ഇപ്പോഴും. എൻ്റെ മാഷിന് അവസാനമായിട്ടൊന്ന് ലാസ്റ്റ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം പാടിക്കൊണ്ട് പ്രമുഖാണ് ഒരു പരിപാടി നടത്തി. അത് ഞാനാണ് കണ്ടക്ട് ചെയ്തത്. അന്ന് ചെലവൻ തബലിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങൾ എന്താ ഒരു കുടുംബ ബന്ധമാണ്. എൻ്റെ ആയിരക്കണക്കിന് പാട്ടുകൾ തബലായിട്ട് എൻ്റെ സഹോദരി ഇപ്പം ജോലി പറഞ്ഞ പോലെ ചെലവൻ്റെ സഹോദരി തെന്നൽ ചേച്ചി നമ്മുടെ സർക്കാർ ജോലി വിരമിച്ചതിന് ശേഷം നാട്ടിലെ നന്മയുള്ള സംഘടനകളുടെ പ്രവർത്തകയായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്തായാലും നമുക്ക് ചില പാട്ടുകൾ ഇവിടെ അഹമ്മദ് ഇരിപ്പുണ്ട്, മുഹമ്മദ് ഇരിപ്പുണ്ട്. എല്ലാവരും സംഗീത അഭിരുചിയുള്ളവരാണ്. ലൂയിസ് ഇന്നത്തെ ദിവസം ഒരു ഓണമായതുകൊണ്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട സംസാരത്തിയ ഒരു പാട്ട് ശങ്കരാഭരണം എന്നാണ് ആ രാഗത്തിന്റെ പേര്. അത് വേറെ പഠിച്ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. അതൊന്ന് പാടാം. ഞാൻ തുടങ്ങി കണ്ണുകൾ പാടിക്കോളാം. അപ്പൊ പാട്ടുകാരുടെ എനിക്ക്
നമ്മുടെ നാട്ടുകാരനും പാട്ടുകാരനോ ഇന്ത്യയിലൂടെ ഉണ്ട്. കേരളം കേരളം കേളികൊണ്ടുയരുന്ന കേരളം കേളികദംബം പൂക്കും കേരളം കേരളി സദനമവിൻ കേരളം 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 കേളികൊണ്ടുയരുന്ന കേരളം കേളികദംബം പൂക്കും കേരളം കേരളി സദനമവിൻ കേരളം. ഒരു പാട്ടിന്റെ കുറച്ച് ഭാഗം അഹമ്മദേ വഴക്കത്തിരിക്കലും പാട്ടപ്പാട്